ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഫുൾ മൂൺ എനർജി അല്ലേ? ന്യൂ മൂൺ, അതായത് അമാവാസി എനർജി. അപ്പോൾ അത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് നന്ദി. ഒരുപാട് സ്നേഹം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇത് ടാരോ കാർഡ്സ് ഉണ്ട്, ഇത് മൂണോളജി ഉണ്ട്, മൂണോളജി കാർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽ മെസ്സേജസ് ഉണ്ട്, അതുപോലെ ഒറക്കിൾ കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പൈല് വെക്കുന്നില്ല, കാരണം പൈലിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. കിങ് ഓഫ് സോർഡ്സ്, ഏസ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, സ്ട്രെങ്ത്, King of Cups, Knight of Pentacles, the Empress, Seven of Cups, the Tower, Nine of Pentacles, King of Pentacles. പെന്റക്കിളിന്റെ എനർജി ഒരുപാടൊക്കെ ഉണ്ടല്ലോ, ആർക്കണ്ടൊക്കെയോ സാമ്പത്തികം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് ഫൈവ് ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ ഇവിടെ ആകപ്പാടെ നഷ്ടബോധമാണ്, നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു ദുഃഖം, അതായത് പോയ കാലത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന പേജ് ഓഫ് വാൻഡ്സ് ആണ്. അതുപോലെ തന്നെ അമാവാസി അല്ലേ, അമാവാസി എനർജിയിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനൊന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഈ അമാവാസി എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമോഷണലായിട്ട് കുറച്ച് കൂടുതൽ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് കുറച്ച് നെഗറ്റീവ് എനർജി വരാനുള്ള സാധ്യതയുണ്ട് പലരിലേക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഒരുപാടുണ്ട്, വീട്ടിനുള്ളിലുണ്ട്, നിങ്ങളിലുണ്ട് എന്നൊക്കെ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്, കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക. നിങ്ങൾ നന്നായിട്ട് ആദ്യം കുളിക്കുമല്ലോ, കുളിച്ചതിന് ശേഷം അത്യാവശ്യമായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് രസം വരത്തക്ക വിധത്തിൽ കല്ലുപ്പ് എടുത്തിടുക. പൊടിയുപ്പല്ല, കല്ലുപ്പ് ഇടുക. ആയിട്ട് ഉപ്പ് രസം വരുന്നത് വരെ അതിനെ അലിയിച്ചിട്ട് ഇത് രണ്ടാമത് ദേഹത്തേക്ക് ഒഴിക്കുക. ആദ്യം നല്ല വെള്ളത്തിൽ നിങ്ങൾ കുളിക്കുമല്ലോ, കുളിച്ചതിന് ശേഷം രണ്ടാമതായിട്ട് ഈ വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുക. മുഖത്തും തലയിലും ഒന്നും വേണ്ട. അപ്പോൾ കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് കുളിച്ചിട്ട് 3-4 മിനിറ്റ് നിങ്ങൾ അതൊന്ന് ദേഹത്ത് പിടിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നല്ല വെള്ളം കുറച്ചൊഴിച്ചിട്ട് അതിനെ ഒപ്പിക്കളയാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനും പറ്റും, പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കടക്കാനും പറ്റും. മറ്റുള്ളവരുടെ നെഗറ്റീവ് ദൃഷ്ടിയൊന്നും നിങ്ങളിലേക്ക് ഏശത്തുമില്ല. അതാണ്
ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഇത് നിങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഒരു പാത്രത്തിനകത്ത് കല്ലുപ്പിട്ട് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട്, പച്ചക്കർപ്പൂരം വാങ്ങിച്ചിട്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്ത് മാറ്റി വെക്കുക. കത്തിക്കാൻ പാടില്ല പച്ചക്കർപ്പൂരം, വിളക്ക് കൊളുത്തുന്നിടത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് മൂൺ തൊട്ട് ഈ അമാവാസി തൊട്ട് ചന്ദ്രൻ വളർന്നു വരികയല്ലേ, ചന്ദ്രന് പ്രകാശം കണ്ടു തുടങ്ങുമല്ലോ, ഈ ഒരു ഇരുട്ട് മാറി വെളിച്ചത്തിലേക്ക് വരുമല്ലോ. ഈ ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്, മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാവുന്നതാണ്, ഏറ്റവും നല്ലതാണ്. പിന്നെ ഫുൾ മൂൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു വിശ്വാസം അപ്പോഴത്തേക്ക് പൂർണ്ണചന്ദ്രൻ, നല്ല പ്രകാശമുള്ള ചന്ദ്രൻ വരുമല്ല, അപ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതും ഇവിടെ ഞാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആവേശം, ഇവിടെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ആവേശം ചിലർക്ക് കൂടുതലാവും. ഇതൊരു 3 ദിവസം മുൻപ് 3 ദിവസം പിന്നിട്ടാലും ഈ ഒരു എനർജി നിങ്ങളിൽ തങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ചെറുപ്പത്തിൻ്റെതായ ഒരു എനർജിയാണ്, ആവേശം കൊണ്ടിട്ട് എന്തൊക്കെയോ സാധിക്കണം, എന്ത് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് സാധിച്ചേ പറ്റൂ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെയുള്ളത്. വാൻസ് ഫയർ സൈൻ ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അതുപോലെ തന്നെ കിങ് ഓഫ് സോർഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ വളരെ നല്ല എനർജിയാണ്. ഇത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന, അതായത് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന, വളരെ നല്ല വ്യക്തിത്വമുള്ള ആൾക്കാരുടെ എനർജിയാണ്. അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ കുറച്ചൊക്കെ ഈ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ദ എംപ്രസിന്റെ എനർജി ഉണ്ട്, നൈറ്റ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജിയിൽ നിന്ന് കുറച്ച് നിങ്ങൾക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ഇവിടെ ചിന്തിക്കാൻ തുടങ്ങുന്നു, കുറച്ച് ബുദ്ധിപൂർവ്വം ഇവിടെ ആവേശം കൊണ്ട് കാര്യം സാധിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് ഇവിടെ ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വീണ്ടും വരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ ഏസ് ഓഫ് സോർഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് യാത്രകൾ, ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് യാത്ര എത്രയും പെട്ടെന്ന് സാധ്യമാകും എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ലാരിറ്റി കിട്ടാൻ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ, ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. സോഡ് എയർ സൈൻ ആണ്, ജെമിനി, ലിബ്ര, ക്വേറിയസ് എനർജി. അതുപോലെ 4 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അത് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ധാരാളിത്തം കാണിക്കാനോ ഒന്നും മനസ്സില്ലാത്ത ഒരു അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. അത് ഒരു സ്റ്റെബിലിറ്റി വരാതിരിക്കില്ല. 4 അല്ലേ, 4 ഓഫ് പെന്റക്കിൾസ് ആണ്. 4 പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇത് ഇവിടെ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒന്നും ഇപ്പോൾ പറ്റുന്നില്ല, കാരണം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാലും അത്യാവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സ്ട്രെങ്ത് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും അത് സാധിച്ചെടുക്കും. കാരണം ഒരു നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ, അത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ട്, അഫർമേഷൻസ് ഒക്കെ കൊണ്ട് നിങ്ങൾക്കത് സാധ്യമാക്കി എടുക്കാവുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇത് കിങ് ഓഫ് കപ്സ് ആണ് കാണുന്നത്. ഇവിടെ വളരെയധികം ഇമോഷണലായിട്ട്, കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. പിന്നീട് എന്താണ്, അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വന്നാൽ പോലും ഇമോഷണലാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി ഒരു ലവ് പ്രപ്പോസലാണ്, ആർക്കോ ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ഒരുപാട് ദൈവികമായ ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് ഇവിടെ കാണുന്നത്. അത്രമാത്രം വളരെയധികം പ്യുവറായിട്ടും സിൻസിയറായിട്ടും ഒക്കെയുള്ള പരിശുദ്ധമായ ഒരു ലവ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യസന്ധമായ, ആരോ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ വരാൻ വേണ്ടി നോക്കിയിരിക്കുന്ന എനർജി, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇഷ്ടമുള്ള ഏതോ വ്യക്തികളെ കണ്ടിട്ടുണ്ടാവാം, അവർ തന്റെ ജീവിതത്തിലേക്ക് വരണം എന്ന് കരുതി അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇവിടെ പറയാം.
അത് നിങ്ങൾക്കിവിടെ നേടാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുറച്ച് സ്റ്റക്നെസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെയും ഇവിടെ അത് നേടിയെടുക്കാൻ കഴിയും. അടുത്തതായിട്ട് എംപ്രസിന്റെ പദവിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വിദേശത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും പറ്റിക്കാണില്ല. ചിലപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഇവിടെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ചിലർക്കൊക്കെ കാര്യങ്ങൾ സാധിച്ചിരിക്കാം, പക്ഷെ ചിലർക്ക് ഉദ്ദേശിച്ച ശമ്പളം കിട്ടുന്നില്ല, കുറെ ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള അവസ്ഥകൾ കാണുന്നുണ്ട്. അത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുമുണ്ട്, കാത്തിരിക്കുന്നുമുണ്ട്. അത് വരും എന്നുള്ള ചിന്തയോടുകൂടിയുള്ള കാത്തിരിപ്പും ഇവിടെ കാണുന്നുണ്ട്. കുറച്ചൊന്ന് സ്റ്റക്കായ ഒരു പ്രതീതിയും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെയല്ല, ഇവിടെ എല്ലാം തികഞ്ഞ മഹാറാണിയുടെ എനർജിയാണ്, ഫെമിനിൻ എനർജിയാണ്. കാരണം ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജി എല്ലാം വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഒത്തുചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് ആർക്കൊക്കെയോ ചിലപ്പോൾ വിവാഹം നടക്കാനും ഒത്തിരി സമ്പൽ സമൃദ്ധിയിലേക്ക് നീങ്ങാനും ഐശ്വര്യത്തിലേക്ക് നീങ്ങാനും കുട്ടികളുടെ ജനനവും കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനും ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സന്തോഷമായ ഒരു ലൈഫിലേക്ക് നീങ്ങാനുള്ള അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് വരാനുള്ള സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെ സന്തോഷകരമായിട്ട് മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നത്, ഇതൊക്കെ അല്ലേ വേണ്ടത്. സ്നേഹിക്കാൻ കഴിയണം, സ്നേഹം ലഭിക്കാനും കഴിയണം, അല്ലെ? പിന്നെ സാമ്പത്തികം ഉണ്ടായിരിക്കണം, സമ്പൽ സമൃദ്ധി ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ 7 of Cups ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ചോയ്സസ് ഉണ്ട്, എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ. ദൈവാനുഗ്രഹമാണ്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് തന്നെ ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഇവിടെ കരുതുന്നത്. ഈ ഒരു അവസരത്തിലാണെങ്കിൽ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു എനർജി ആണ് ഇവിടെ. കാരണം ഇവിടെ ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്. ടവർ മൊമെന്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. ടവർ മൊമെന്റിലാണ് നിങ്ങളിലേക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനും മറ്റ് നിങ്ങളെ പരാജയപ്പെടുത്തുന്ന ജീവിതത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഇവിടെ മരണമായി, ഡിവോഴ്സായി, നഷ്ടപ്പെടലായി, ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, കോടതി കേസുകൾ ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കഷ്ടകാല സമയത്താണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കില്ല. കാരണം എന്നും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കഴിയില്ല. നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരിക്കലും ഒരു മാറ്റം വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റക്കായ അവസ്ഥയിൽ നിന്നും നിങ്ങളിവിടെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, അവസ്ഥ എന്തിനു വേണ്ടിയാണ്? ഇത് പെന്റക്കിളിന് വേണ്ടിയിട്ടാണ്, സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങളുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. 9 of Pentacles. സമ്പത്തിൻ്റെതായ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു. കാരണം ഒരുപാട് ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. നിങ്ങൾ ബൈക്കിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്കായിട്ടിരുന്നു, ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചു. അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. മുന്നോട്ട് വരാൻ കഴിയുന്നത് എങ്ങനെയാണ്? സാമ്പത്തികപരമായ ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇവിടെ ഈ ഒരു സ്റ്റക്കായിട്ടിരിക്കുന്ന നൈറ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന സ്റ്റക്കായിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു പ്രോഗ്രസ് വരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഈ സ്ട്രെങ്ത് നിങ്ങൾക്ക് തിരിച്ചു വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നിട്ട് കിങ് ഓഫ് പെന്റക്കിൾസ്, സമ്പത്തിന്റെ രാജാവാകാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നുണ്ടല്ലേ. സമ്പത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വ്യതിയാനങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാൽ കൂടി ചിലപ്പോൾ ഉടനെ എല്ലാം കൂടെ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളിലേക്ക് നല്ല ഒരു മാറ്റം വരാനുള്ള സമയം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാം. നമ്മൾ വെച്ചിരിക്കുന്നത് മൂണോളജിയാണ്. നമുക്ക് നോക്കാം മൂണിന്റെ ഇഫക്റ്റ് എന്നെങ്ങനെയാണെന്ന്. ഇത് എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. കണ്ടില്ലേ? നിങ്ങൾക്ക് കുറച്ച് എനർജി നേടിയെടുക്കേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത്. കാരണം ഇവിടെ ഇമോഷൻസ് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് കർത്തവാവ് അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്ന സമയം.
ഭൂമിയിൽ തന്നെ കൂടുതലായിട്ട് മർദ്ദം അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളെയും ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, അതിലൊരു സ്വാധീനം നിങ്ങളുടെ എനർജിയിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളുള്ളവർക്ക് ആസ്മ പോലെയുള്ള അസുഖങ്ങൾ, BP അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഒരു കൂടുതലായിട്ട് വരാനുള്ള സാധ്യത, ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് ഒരു വേരിയേഷൻ വരാം. അതാണ് പറഞ്ഞത്. ഇപ്പൊ അസുഖം ഒട്ടും ഇല്ലാതിരിക്കുന്ന ചിലർക്ക് കർത്തവാവ് വരുമ്പോൾ അല്ലെങ്കിൽ അമാവാസി വരുമ്പോൾ എന്തെങ്കിലും ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. അത്തരത്തിലുള്ള ഒരു അവസ്ഥയുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അല്ലാതെ വലിയ വലിയ അസുഖങ്ങൾ വരും എന്നല്ല. പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. വാട്ട് യു നീഡ് ടു റിലീസ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ റിലീസ് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ കഴിയണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ തന്നെ നിങ്ങളിലെ നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരും, നിങ്ങളുടെ ഓറ കുറച്ച് ക്ലിയർ ആവും. അങ്ങനെയൊക്കെ കുറേ വ്യത്യാസം നിങ്ങൾക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, കുറേ വൈകാരികമായ ഒരു വ്യത്യാസം നിങ്ങളിലേക്ക്, ഒരു ഏറ്റക്കുറച്ചിലുകൾ വരും. മനസ്സിലായില്ല, ചിലപ്പോൾ പെട്ടെന്നായിരിക്കും കരച്ചിൽ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഇതിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല ചില ഇമോഷൻസിന്. അങ്ങനെയുള്ള അവസ്ഥകൾ ചില പെട്ടെന്ന് വിഷമം വരും. മുൻപൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിയന്ത്രിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു കഴിവുണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. പെട്ടെന്നാണ് നിങ്ങൾക്ക് വിഷമം വരുന്നത്, ദുഃഖം വരുന്നു, കരച്ചിൽ വരുന്നു, അതൊക്കെ. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകണം. നിങ്ങൾ നേരത്തെ ശ്രമിച്ചാൽ മാത്രം മതി, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി 2-3 ദിവസത്തേക്ക്. അതാണ് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. നിങ്ങളിലേക്ക് നല്ല ഒരു തുടക്കം വരുന്നുണ്ട്. അത് എന്തിനായാലും നിങ്ങൾക്ക് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഒരു പുതിയ തുടക്കം തന്നെയാണ്. അത് നിങ്ങളിലേക്ക് വരാതിരിക്കില്ല. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള വേരിയേഷൻസ്, ഇമോഷൻസ് ഒന്നും വരണമെന്നില്ല. ചില ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്കിവിടെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് ആണ്. പലർക്കും ഇവിടെ ഹൃദയത്തിൽ കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച വേദന അനുഭവിക്കുന്നുണ്ട്, ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട്, നഷ്ടങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സാമ്പത്തികം കൊടുക്കുക, പെട്ടെന്ന് സ്നേഹം കൊടുക്കുക, പെട്ടെന്ന് അങ്ങ് സ്നേഹം തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് നോക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് സ്നേഹമായി. അത് പാടില്ല. പെട്ടെന്ന് ഒരു കാര്യവും നടത്തി വയ്ക്കരുത്. നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് നിയന്ത്രിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് വേദനകളെ, നഷ്ടങ്ങളെ ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ വരുത്തില്ല ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ സോളിറ്റ്യൂഡ് കണ്ടില്ല, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാവുന്നതാണ്. മതപരമായ ഗ്രന്ഥങ്ങൾ, അതായത് രാമായണം, ഭാഗവതം, ഭഗവത്ഗീത, ഇങ്ങനെ ഏതാണോ, അല്ലെങ്കിൽ ബൈബിളാവാം, ഖുർആനാകാം, എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല മനഃശാന്തിയും സമാധാനവും ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കിട്ടും. പലരും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കാർഡ് വന്നത്. ഞാൻ ഇതൊക്കെ ഷഫിൾ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും ഇത്തരത്തിൽ മതപരമായ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് മനസമാധാനം ലഭിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വീട്ടിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഇവിടെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ലോസ് വന്നില്ലേ, കണ്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനത്തിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാം. അത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ത്യാഗം. ഇവിടെ ഫൗണ്ടേഷൻ നിങ്ങളുടെ ജീവിതത്തിനൊരു അടിത്തറ വരുന്നു. അതായത് കണ്ടില്ലേ, സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഒരു 4 ദിവസം 4 ആഴ്ചകൾ 4 മാസങ്ങൾക്കാകാം. നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. അതിന്റെ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് ചിലപ്പോൾ 4 ആഴ്ചകൾ, 1 മാസത്തിനകം, അല്ലെങ്കിൽ 4 മാസത്തിനകം ഇത് വന്നിരിക്കും. 4 ആഴ്ചകൾക്കകം ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും.
ആരതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, ആരാണ് അതിനു വേണ്ടി കൂടുതൽ പരിശ്രമിക്കുന്നത്, അവർക്ക് വേണ്ടി ഇത്തരത്തിൽ നല്ല ഒരു എനർജി വരുന്നതാണ്. കാരണം സ്റ്റെബിലിറ്റി, ലൈഫിന്റെ സ്റ്റെബിലിറ്റി. കാരണം ചിലപ്പോൾ ഇവിടെ സാമ്പത്തികത്തിന്റെ എനർജി കൂടുതലായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുതലായിട്ട് കൈവരിച്ച മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തികൾ തിരിച്ചു വരിക ഒക്കെയും നിങ്ങൾക്കിവിടെ സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിനൊരു അടിത്തറ ലഭിക്കുന്ന, ഒരു അടിസ്ഥാനം, ഒരു ഭദ്രത, ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സാക്രിഫൈസ് ആണ്. പിന്നെ എന്ത് കാര്യം നേടിയെടുക്കാനും ഒരു ത്യാഗം ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടണം. ബുദ്ധിമുട്ടാതെ ഒന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ജോലിക്ക് വേണം, ഒത്തിരി ബുദ്ധിമുട്ടണം. ഒരു ജോലി നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചില്ലറ കാര്യമൊന്നുമല്ല. കുറച്ച് മാത്രം അതിന് പ്രയത്നിച്ചാൽ പോരാ, നല്ലതുപോലെ അധ്വാനിക്കണം. ഒരു PSC ടെസ്റ്റൊക്കെ എഴുതി ഗവൺമെന്റ് ജോബ് കിട്ടണമെങ്കിൽ എത്രയോ വർഷങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അതിന്റെ പുറകെ പോകണം. ചിലർക്കാണെങ്കിൽ ആദ്യം ഒറ്റ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ ജോലി ലഭിക്കും. പലർക്കും പല സാഹചര്യങ്ങളല്ലേ, പലതരത്തിലുള്ള ബുദ്ധിയായിരിക്കാം, അങ്ങനെ പലതരത്തിലുള്ള കഷ്ടപ്പെടലുകൾ, ചിലപ്പോൾ ജന്മനാ ലഭിച്ചിട്ടുള്ള ചില കഴിവുകൾ ഒക്കെയും ഉണ്ടായിരിക്കാം. അതനുസരിച്ച് പിന്നെ കർമ്മ ഒന്നുകൂടിയുണ്ട്. അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ത്യാഗം ചെയ്യൽ നിങ്ങളുടേത് വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഏതൊരു കാര്യത്തിന് നിങ്ങളിവിടെ ത്യാഗം ചെയ്തേ പറ്റൂ. 3 മാസങ്ങൾ അല്ലെങ്കിൽ 3 ആഴ്ചകൾക്കകം നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്ന ത്യാഗത്തിന് ഒരു ഫലം കിട്ടും, കിട്ടാതിരിക്കില്ല. ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ല? ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത, ഐക്യം ചേർന്ന് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിരിഞ്ഞുപോയ ചില വ്യക്തികളാവാം ഇവിടെ തിരിച്ചു വരുന്നുണ്ട്, കണ്ടില്ലേ? അല്ല എങ്കിൽ നിങ്ങളുമായിട്ട് പുതിയൊരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു, ഒരു പുതിയൊരു ഉടമ്പടി ചേർന്നിട്ട് ഒരു ലൈഫിലേക്ക് പോകാം. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു ജോലിയിലേക്ക് പോകാനുള്ള കാര്യമാണ്, ഒരു ജോലിയിലേക്ക് പോകാനുള്ള എനർജിയും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ജോലി തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ അത്യാവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ഒരാളിന് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ 2 പേർ ചേരണം അവിടെയെങ്കിൽ. അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾ ഇവിടെ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ജോബ് കാര്യങ്ങളിൽ, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്കിത് അത്യാവശ്യമാണ്. കൂടിച്ചേർന്ന് തന്നെ പോകണം. പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തി, പരസ്പരം വിശ്വസിച്ച് ഒക്കെ വേണം ഇവിടെ പോകാൻ. പരസ്പര വിശ്വാസം അത്യാവശ്യമാണ് എന്തായാലും. അപ്പോൾ ഇവിടെ ലൈഫിലേക്കായാലും ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ച് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള എനർജി ഉണ്ട്. അത് നിങ്ങളെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ആരെങ്കിലും, നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു സമയത്ത് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇമോഷൻസ് കൂടുതലായിട്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടുതലുണ്ടായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജി ഉണ്ട്. മനസ്സിലായി? അങ്ങനെയും ഇവിടെ സംഭവിക്കാം. അതുകൊണ്ട് ഇത് വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണ് എന്ന് പറയാം. ഇനി നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് എന്താണ്? ഫർഗീവ്നെസ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തെറ്റുകളൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പാസ്റ്റ് കർമ്മ എന്തായാലും ചിലർക്കൊക്കെയെങ്കിലും കാണും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്നത്. അല്ലാതെ സുഖമായും സന്തോഷമായും കഴിയുന്ന ഒരു ആൾക്കാർക്കും ഈ ഇത്തരത്തിലുള്ള ഒരു റീഡിങ് കാണേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് ഇത് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലെ കർമ്മ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൊർഗീവ്നെസ് പറയുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോടൊരു മാപ്പപേക്ഷ പറയുക. അപ്പോൾ ദൈവത്തോട് മാപ്പപേക്ഷ പറയാൻ ആവശ്യപ്പെടുന്നത് ആരാണ് ഇവിടെ? ഏഞ്ചൽസ്. ഏഞ്ചൽസിന് എങ്ങനെയാണ്? ഏഞ്ചൽസാണ് ഇവിടെ ഹയർ സെൽഫുമായിട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ സാധിക്കുന്നത്. ഏഞ്ചൽസിന്റെ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ശുദ്ധി കൂടിയതാണ്, പ്യുവർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കൊന്നും അത്ര പെട്ടെന്ന് ഹയർ സെൽഫുമായിട്ട് കണക്ട് ആവാൻ പറ്റില്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് കണക്ട് ആവാം, അത്രമാത്രം. എന്നാൽ ഇത്ര പെട്ടെന്ന് നമുക്ക് കണക്ട് ആവാൻ പറ്റില്ല. അതുകൊണ്ട് അവരാണ് നിർദ്ദേശം നമുക്ക് തരുന്നത്. നിങ്ങൾ ഫൊർഗീവ്നെസ് ചെയ്യും, നിങ്ങൾ മാപ്പപേക്ഷ നടത്തൂ എന്ന് ദൈവത്തോട്. ഐ ആം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഫൊർഗീവ്നെസ്, മാപ്പപേക്ഷ നടത്തണം. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആരോടായാലും, ഏതെങ്കിലും ഒരു വ്യക്തിയോടായാലും ഐ ആം സോറി എന്ന് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നിങ്ങളുടെ അന്തസ്സും അഭിമാനവും ഒന്നും ഇടിഞ്ഞു താഴെ പോവില്ല.
അപ്പോൾ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം ഇരട്ടിച്ചു വരികയുള്ളൂ. നിങ്ങൾക്ക് തന്നെ മനഃശാന്തി കൂടുതലായിട്ട് ലഭിക്കുകയുള്ളൂ. ഒരാളിനോട് ഒരു നന്ദി വാക്ക് പറയുക, സോറി പറയുക, ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് തന്നെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു മാർഗമാണിതൊക്കെ. നിങ്ങളെ തന്നെ പിന്നെ ലുക്ക് ഫോർ എ സൈൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ അടയാളങ്ങൾ കാണാൻ ചിലപ്പോൾ സാധിച്ചേക്കും. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നടന്നു പോകുമ്പോൾ, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ്, ഏഞ്ചൽസിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും തൂവരികൾ കാണാം, മഴവില്ല് കാണാം, അല്ല എങ്കിൽ നിങ്ങളുടെ മുൻപിൽ 11 നമ്പറുകൾ കാണാം. ചില നമ്പറുകൾ ഒരേപോലെ പാറ്റേൺസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തുടർച്ചയായിട്ട്. അല്ല എങ്കിൽ ബട്ടർഫ്ലൈസ് വട്ടം ചുറ്റുക. ഇതൊക്കെ കാണുന്ന സമയം നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം നിങ്ങൾക്കൊരു മാറ്റം ജീവിതത്തിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു മാറ്റം വരാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു തുടക്കമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ആർക്കും ഇത് കാണാൻ കഴിയില്ല. ഈ ഒരു വേയിലൂടെ വരുമ്പോൾ മാത്രമാണ് കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ നമ്പേഴ്സ് കാണും. 11 നമ്പേഴ്സ്, 555, 333 ഇതൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ തന്നെ മനസ്സുകൊണ്ടൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു ദൈവാനുഗ്രഹത്തിന്റെ തുടക്കമാണ് എന്ന് തന്നെ പറയാം. നോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വർഷം ഇവിടെ ടവർ മൊമെന്റ് വന്നിട്ടുണ്ട് ടാരോ കാർഡ്സ് എടുത്തതിൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക, പ്രാക്ടിക്കലാവൂ. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയണം. അല്ലാതെ ഏതൊരു കാര്യത്തിലും സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടോ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സ്റ്റക്കാണ്, അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വരുമോ എവിടുന്നെങ്കിലും? ഇല്ല. മുന്നോട്ട് ചിന്തിക്കുക, ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അതിനുള്ള വഴിയിലൂടെ പോവുക, അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് ലഭിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇനി എന്താണ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ട അത്യാവശ്യ കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, ഈ ഒരു അമാവാസ്യ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഒന്ന് റിലീസാവാൻ പറ്റും. നല്ല ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നും നല്ല കോൺസെൻട്രേഷനോടുകൂടി ശ്വാസം വെറുതെ എടുത്ത് വിട്ടാൽ മാത്രം മതി. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്ന് മാത്രമേ. എത്ര സമയം ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം ചെയ്യുക. മന്ത്രങ്ങളൊന്നും ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഓമെന്ന് മനസ്സിൽ വെറുതെ ഒന്ന് ഓർത്താൽ മാത്രം മതിയാകും. വെറുതെ ഉറക്കെ പറയണമെന്നൊന്നുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ പോകും. ശ്വാസത്തിലുള്ള ശ്രദ്ധ കിട്ടണം. അതാണ് ഇവിടെ അത്യാവശ്യം. മനസ്സിലായോ? അപ്പോൾ തന്നെ ദൈവികമായ ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ വരും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവുകയും ചെയ്യും. ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലതാണ് അത് ശ്രദ്ധിക്കുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിക്കും. ഇവിടെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഇങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്കകം, അടുത്ത കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ മുതൽ എന്തിനെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ശ്രമിച്ചു നോക്കൂ, പരിശ്രമിക്കൂ. അവിടെ പറയുന്നത് എന്താണ്? പരിശ്രമിക്കുന്നതിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചത് ഈശൻ. അല്ലേ? നമ്മൾ പരിശ്രമിച്ച് എന്ത് നേടാൻ വിധത്തിലുള്ള കൈകളോടുകൂടിയാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കൈകൾ കെട്ടി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലതും ലഭിക്കുമോ? ഇല്ല. പരിശ്രമിക്കണം തീർച്ചയായും. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.